മഹാദേവനും ഗണപതി ഭഗവാനും അയ്യപ്പസ്വാമിയെ കാണാൻ ശബരിമലയിൽ പോയ കഥ. അന്ന് കാർത്തിക മാസം പിറന്നു. ഭക്തർക്കേറെ പ്രിയപ്പെട്ടതും പുണ്യകരവുമായ മാസം. ഈ മാസത്തോട് ഭഗവാൻ മഹാദേവന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. കൈലാസത്തിൽ ഭഗവാൻ ശിവൻ അതീവ ഗൗരവത്തോടെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. എന്നാൽ പതിവുള്ള പുലിത്തോലായിരുന്നില്ല വേഷം. കറുത്ത വസ്ത്രങ്ങളും ഒരു മാലയും അണിഞ്ഞ് തികഞ്ഞ ഭക്തന്റെ ഭാവത്തിലായിരുന്നു മഹേശ്വരൻ. സാക്ഷാൽ അയ്യപ്പ ഭക്തനെ പോലെ. പിതാവിന്റെ പുതിയ വേഷം കണ്ട ഗണപതി ഭഗവാന് അത്ഭുതമായി. ഗണപതി ഭഗവാൻ പതിയെ പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. പിതാവേ, ഇതെന്താണ്? പിതാവ് എന്താണ് കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്നത്? കഴുത്തിലൊരു മാലയും ഉണ്ടല്ലോ. ഗണപതി ഭഗവാന്റെ ചോദ്യത്തിൽ നിറയെ കൗതുകമായിരുന്നു. ഭഗവാൻ ശിവൻ മെല്ലെ കണ്ണു തുറന്നു പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിക്ക് ഒരുപാട് വാത്സല്യത്തിന് തിളക്കമുണ്ടായിരുന്നു. പുത്ര, ഞാൻ അയ്യപ്പ മാല ധരിച്ച് വ്രതമെടുക്കുകയാണ്. അയ്യപ്പനോ? ആരാണ് പിതാവേ അയ്യപ്പൻ? ഗണപതി ഭഗവാന് ആകാംക്ഷ അടക്കാനായില്ല. അയ്യപ്പൻ നിന്റെ ഇളയ സഹോദരനാണ്. അങ്ങനെ മഹാദേവൻ പുണ്യപുരാണമായ അയ്യപ്പന്റെ കഥ പറഞ്ഞു തുടങ്ങി. ഹരിഹരപുത്രന്റെ മകനായി പിറന്ന് പന്തളത്ത് വളർന്ന കഥ. ധർമ്മശാസ്താവായി അവതരിച്ചതിന്റെ മഹത്വം, പുലിപ്പാൽ തേടിയുള്ള യാത്ര, മഹിഷിയെ നിഗ്രഹിച്ചത്, ഒടുവിൽ ഭക്തർ അയ്യപ്പമാല ധരിക്കുന്നതിന്റെയും കഠിനമായ